ഈ ചാപ്റ്ററിന്റെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഞാനാണ്. എന്താ, ഓക്കെ അല്ലേ? പാഠത്തിന്റെ വലിപ്പം കണ്ട് പേടിക്കേണ്ട, വെറും 7 മിനിറ്റിനുള്ളിൽ ഈ പാഠം നമുക്ക് പഠിച്ചു തീർക്കാം. ഈ പാഠഭാഗത്തിന്റെ ഒരു അടിപൊളി പെർഫെക്റ്റ് നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാൻ മറക്കരുത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഈ പ്രത്യേക ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ പ്രൊഫസറാണ് സംസാരിക്കുന്നത്. വരാനിരിക്കുന്ന സർവകലാശാല പരീക്ഷയ്ക്ക് ഡൽഹി സുൽത്താനേറ്റ് എന്ന ഭാഗത്തു നിന്ന് മുഴുവൻ മാർക്കും നേടാൻ വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് എക്സ്പ്ലെയിനറാണിത്. അപ്പോൾ നിങ്ങളുടെ പേനയും നോട്ട്ബുക്കുമൊക്കെ റെഡിയാക്കി വെച്ചോളൂ. പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഓരോ ചെറിയ ഡീറ്റെയിലും നമ്മൾ ഇന്ന് വളരെ വ്യക്തമായി തന്നെ പഠിക്കാൻ പോവുകയാണ്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിനായുള്ള നമ്മുടെ സിലബസ്. നോക്കൂ, ആദ്യം നമ്മൾ ഡൽഹി സുൽത്താനേറ്റിലെ ഭരണവും സമൂഹവും എന്തായിരുന്നു എന്ന് നോക്കും. പിന്നെ കേന്ദ്രഭരണവും പ്രഭുക്കന്മാരും, ഇക്ത സമ്പ്രദായം, നികുതി വ്യവസ്ഥ, പ്രാദേശിക ഭരണവും കൃഷിയും, ഏറ്റവും അവസാനമായി പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടതെന്നും നമ്മൾ ചർച്ച ചെയ്യും. ഹലോ ചങ്ങാതിമാരെ, വീഡിയോ ലൈക്ക് ചെയ്യാതെയാണോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്? വേഗം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേ. അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഡൽഹി സുൽത്താനേറ്റ്, ഭരണവും സമൂഹവും, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നൊരു സമൂഹം. വിദ്യാർത്ഥികളെ, ഇവിടെ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അക്കാലത്തെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് കൃഷിയായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, സ്വർണ്ണ വെള്ളി ആഭരണ നിർമ്മാണം, എംബ്രോയിഡറി, ഡൈയിങ് തുടങ്ങിയ വ്യവസായങ്ങളും അന്ന് വളരെ സജീവമായിരുന്നു. എന്നാൽ ഇതിനൊക്കെയൊപ്പം തന്നെ സാധാരണ ജനങ്ങളുടെ മേൽ വലിയൊരു നികുതിഭാരവും ഉണ്ടായിരുന്നു കേട്ടോ. ഭരണസംവിധാനത്തിലേക്ക് വരുമ്പോൾ അബ്ബാസിദ് പേർഷ്യക്കാരെയാണ് ഡൽഹിയിലെ ഭരണാധികാരികൾ മാതൃകയാക്കിയത്. അതുപോലെ പിന്തുടർച്ചാവകാശം എങ്ങനെയായിരുന്നുവെന്ന് ചോദിച്ചാൽ അത് ഗസ്നവികളുടെ മെറിറ്റും ഘോറികളുടെ പാരമ്പര്യ രീതികളും കൂടിച്ചേർന്ന ഒന്നായിരുന്നു. ഇത് കൃത്യമായി ഓർത്തുവെക്കണം. ഇനി പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ടേമാണ് അഷ്റഫ്. എന്താണ് ഈ അഷ്റഫ്? സാമൂഹിക ഘടനയിൽ ഏറ്റവും മുകളിൽ നിന്നിരുന്ന എലീറ്റായിട്ടുള്ള ടർക്കിഷ്, പേർഷ്യൻ, മുസ്ലിം പ്രഭുക്കന്മാരെയാണ് അഷ്റഫ് എന്ന് വിളിച്ചിരുന്നത്. ഖാൻമാർ, മാലിക്, അമീർ എന്നീ 3 സാധാരണ പ്രഭുക്കന്മാർക്കു മുകളിലായിരുന്നു ഇവരുടെ സ്ഥാനം. ഇതൊരു VIP കാറ്റഗറിയാണെന്ന് ഓർത്താൽ മതി. സുൽത്താൻ ഭരണം നടത്തിയിരുന്നത് ഡൽഹി എന്ന് പറയുന്ന ഒരൊറ്റ നഗരത്തിൽ നിന്നായിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമോ? അതൊരു കൂട്ടം നഗരങ്ങളായിരുന്നു. ഷാജഹാനാബാദ്, ഫിറോസാബാദ്, ദീൻപനാഹ്, സിരി, ജഹാൻപനാഹ്, ദെഹ്ലി ഇ കുഹ്ന, തുഗ്ലക്കാബാദ്, മുബാരക്പൂർ എന്നിങ്ങനെ പോയി ആ നഗരങ്ങൾ. ഇതിൽ മുബാരക്പൂർ നഗരം സയ്യവ് രാജവംശത്തിലെ മുബാരക് ഷാ യമുന നദിക്കരയിൽ നിന്നും കുറച്ചു മാറി നിർമ്മിച്ചതാണെന്നൊരു പോയിന്റ് കൂടി നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചിട്ടോളൂ. ഇതിൽ ദെഹ്ലി കുഹ്ന അഥവാ കുത്തബ് ഡൽഹിയെക്കുറിച്ച് നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. ഇൽതുമിഷ് തന്റെ അധികാരം പൂർണ്ണമായും കേന്ദ്രീകരിച്ചത് ഇവിടെയായിരുന്നു. മംഗോൾ ആക്രമണങ്ങളിൽ നിന്ന് പേടിച്ചോടിയെത്തിയവർക്കൊക്കെ ഈ നഗരം വലിയൊരു അഭയകേന്ദ്രമായി മാറി. ഈ നഗരത്തിനും സുൽത്താനും കാവൽ നിന്നത് ആരാണെന്നോ? ഷംസി ബന്ദഗാൻ, അതായത് സുൽത്താനു വേണ്ടി മാത്രം ജീവൻ കൊടുക്കാൻ തയ്യാറായി നിന്നിരുന്ന വിശ്വസ്തരായ അടിമകളുടെ ഒരു എലൈറ്റ് സൈന്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. കേന്ദ്രഭരണവും പ്രഭുക്കന്മാരും, അധികാരത്തിന്റെ നെടും തൂണുകൾ. ഈ സ്ക്രീനിൽ കാണുന്ന 40 എന്ന നമ്പർ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ വളരെ നിർണായകമാണ്. എന്താണിത്? ഇതാണ് ചാലിസ് അഥവാ കോപ്സ് ഓഫ് 40. കുത്തുബുദ്ദീൻ ഐബക്ക് രൂപീകരിക്കുകയും പിന്നീട് ഇൽതുമിഷ് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്ത ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്യാബിനറ്റ് സംവിധാനമാണിത്. എന്നാൽ റസിയ സുൽത്താനെയും യാക്കൂത്തുമായുള്ള അധികാര വടംവലികൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതിനുശേഷം ഭരണത്തിൽ വന്ന ബൽബനും അലൗദ്ദീൻ ഖിൽജിയും കൂടി ഈ പ്രഭുക്കന്മാരുടെ അധികാരം പൂർണ്ണമായും അടിച്ചമർത്തി ഇല്ലാതാക്കുകയാണ് ചെയ്തത്. എല്ലാവരും ഈ സ്ലൈഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. അക്കാലത്തെ ഭരണപരമായ തീരുമാനങ്ങൾ മുഴുവനും ശരീഅത്ത് നിയമപ്രകാരമായിരുന്നു നടന്നിരുന്നത്. സ്ക്രീനിൽ കാണുന്ന ഈ 9 പ്രധാന വകുപ്പുകൾ നിങ്ങൾ കാണാപാഠം പഠിക്കണം. പരീക്ഷയ്ക്ക് ഇത് ഉറപ്പായും വരും. ധനകാര്യത്തിനായി വസീർ, സൈനിക വകുപ്പായ ദിവാനി അർസ്, മതകാര്യങ്ങൾ നോക്കാൻ ദിവാനി റിസാലത്ത്, കൂടാതെ സൈന്യത്തിന്റെ കലക്ടർ ജനറലായിരുന്ന അരിസ് ഇ മുമാലിക്. ഈ പേരുകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഭാഗം 3. ഭരണ സംവിധാനവും ഇക്ത സമ്പ്രദായവും, അതായത് അധികാര വികേന്ദ്രീകരണം. ഇത്രയും വലിയൊരു സാമ്രാജ്യം അവരെങ്ങനെയാണ് ഭരിച്ചിരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ അധികാര ശ്രേണിയെ മുകളിൽ നിന്ന് താഴേക്കൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഏറ്റവും മുകളിൽ വലിയ പ്രവിശ്യകളായ ഇക്തകൾ, അവിടെ മുക്തിയോ വാലിയോ ഒക്കെയാണ് തലവന്മാർ. അതിന് താഴെ ശിഖുകൾ, പിന്നെ പർഗാനകൾ, ഏറ്റവും താഴെ ഗ്രാമങ്ങൾ.
മുഹമ്മദ് തുഗ്ലക്കിന്റെ കാലത്താണ് ഈ സംവിധാനത്തിനു പുറത്ത് സൈനികർക്ക് നേരിട്ട് ശമ്പളം നൽകുന്ന രീതി ആദ്യമായി കൊണ്ടുവരുന്നത്. ഒപ്പം ദിവാനി വിസാരത്, സാഹിബ് ഇ ദിനാൻ എന്നീ ഉദ്യോഗസ്ഥരിലൂടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഭരണകൂടം പിടിമുറുക്കുകയും ചെയ്തു. അടുത്തത് ഫവാസിൽ. എന്താണ് ഫവാസിൽ? പ്രാദേശിക ഭരണച്ചെലവുകൾക്കും സൈനികരുടെ ശമ്പളത്തിനും ശേഷം ഇക്തദാർമാർ ഡൽഹിയിലേക്ക് അയക്കുന്ന ബാക്കി വരുന്ന ലാഭവിഹിതമാണിത്. ഈ ഇക്തദാർമാർക്ക് സ്വന്തമായി സൈന്യത്തെ നിലനിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിലും ഈ പദവി പാരമ്പര്യമായിരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് സ്വന്തമായി നാണയങ്ങൾ ഇറക്കാനും അധികാരമില്ലായിരുന്നു. പിന്നീട് ഭരണസൗകര്യത്തിനായി അലാവുദ്ദീൻ ഖിൽജി ഇക്തകളെ പഴയതെന്നും പുതിയതെന്നും രണ്ടായി തിരിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ 4ാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, നികുതി വ്യവസ്ഥ, സുൽത്താനേറ്റിന്റെ സാമ്പത്തിക സ്രോതസ്സ്. വിദ്യാർത്ഥികളെ, ഈ ടേബിൾ നിങ്ങൾ വളരെ കൃത്യമായി പഠിച്ചുവെക്കുക. ഈ 5 നികുതികൾ തമ്മിലുള്ള വ്യത്യാസം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. മുസ്ലിങ്ങൾ നൽകേണ്ടിയിരുന്ന കാർഷിക നികുതിയായ ഉച്ചാറും മുസ്ലിങ്ങൾ അല്ലാത്തവർ നൽകേണ്ടിയിരുന്ന ഖറാജും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയണം. ഇത് രണ്ടും 10%. കൂടാതെ സംരക്ഷണ നികുതിയായ ജിസിയ, മതപരമായ സംഭാവനയായ സക്കാത്ത്, പിന്നെ യുദ്ധത്തിൽ കൊള്ളയടിക്കുന്ന സമ്പത്തിന്റെ 20% ഖംസ് എന്നിവയെക്കുറിച്ചും കൃത്യമായ ധാരണ വേണം. ഈ 2 ഭരണാധികാരികളുടെയും കാർഷിക നികുതി നയങ്ങൾ തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ശ്രദ്ധിക്കൂ. അലാവുദ്ദീൻ ഖിൽജി വളരെ കർശനക്കാരനായിരുന്നു. അദ്ദേഹം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി സർക്കാരിന്റെ വിഹിതം 53% വർദ്ധിപ്പിച്ചു. എന്നാൽ അതിനുശേഷം വന്ന ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എന്താണ് ചെയ്തത്? ജനങ്ങളുടെ നികുതിഭാരം നന്നായി ലഘൂകരിച്ചുകൊണ്ട് ആ വിഹിതം വെറും 10% വെട്ടിച്ചുരുക്കി. ഇനി അടുത്ത താരതമ്യം നോക്കാം. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ദിവാൻ-എ-കോഹി എന്നൊരു പുതിയ കാർഷിക വകുപ്പ് രൂപീകരിച്ചെങ്കിലും ദോവാബ് പ്രദേശത്ത് അദ്ദേഹം വരുത്തിയ വലിയ നികുതി വർധനവ് വല്ലാത്തൊരു ക്ഷാമത്തിനാണ് കാരണമായത്. എന്നാൽ അദ്ദേഹത്തിന് ശേഷം വന്ന ഫിറോസ് തുഗ്ലക്ക് വളരെ കർശനമായി ഖുറാൻ അനുശാസിക്കുന്ന ആ 4 നികുതികൾ മാത്രമായി നികുതി പിരിവ് ചുരുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ മാർജിനിൽ തക്കാവി എന്ന വലിയ അക്ഷരത്തിൽ ഇപ്പോ തന്നെ എഴുതിവെക്കുക. കർഷകരെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റാനും കൃഷി പ്രോത്സാഹിപ്പിക്കാനുമായി ഫിറോസ് തുഗ്ലക്ക് നൽകിയ അത്യാവശ്യ കാർഷിക വായ്പകളായിരുന്നു ഈ തക്കാവി. ഈ വാക്ക് പരീക്ഷാ പേപ്പറിൽ കണ്ടാൽ ഉടൻ തന്നെ ഫിറോസ് തുഗ്ലക്കിനെയും കാർഷിക വായ്പകളെയും ഓർക്കണം. ഭാഗം 5. പ്രാദേശിക ഭരണവും കൃഷിയും. ഗ്രാമീണ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 14ാം നൂറ്റാണ്ടോടെയാണ് ഗ്രാമങ്ങളിലെ ഉടമകളായ ജമീന്ദാർമാർ ഉയർന്നുവരുന്നത്. തങ്ങളുടെ താലൂക്കിൽ നിന്നും പിരിക്കുന്ന നികുതിയുടെ 25% വരെ ഇവർക്ക് പ്രതിഫലമായി ലഭിച്ചിരുന്നു. ഇതവരുടെ പാരമ്പര്യ അവകാശമായിരുന്നു. എന്നാൽ മറുഭാഗത്തുനിന്ന് നോക്കൂ, കേന്ദ്രപ്രഭുക്കന്മാർ വലിയ ആഡംബര ജീവിതം നയിച്ചെങ്കിലും അവരുടെ മരണശേഷം ഈ സ്വത്തുക്കൾ പാരമ്പര്യമായി പെൺമക്കൾക്ക് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമ്പത്ത് മുഴുവൻ ചക്രവർത്തിക്ക് ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു. കനാലുകൾ വഴിയുള്ള ജലസേചനം വന്നതോടെ അക്കാലത്ത് കാർഷിക മേഖല വൻ പുരോഗതിയാണ് നേടിയത്. ഇബ്നു ബത്തൂത ഒക്കെ തന്റെ യാത്രാവിവരണങ്ങളിൽ ഇരട്ടവിളവെടുപ്പിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ 1290-ൽ തായ്ക്കര ഫേരു എന്ന വ്യാപാരി രേഖപ്പെടുത്തിയിട്ടുള്ള 25 വിളകളിൽ ഇൻഡിഗോയും ഉരുളക്കിഴങ്ങും ഉണ്ടായിരുന്നില്ല എന്നൊരു പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഗോതമ്പിന്റെയും അരിയുടെയും ഉൽപ്പാദനം വർദ്ധിച്ചു. ഒപ്പം പട്ടുനൂൽ കൃഷിയും വ്യാപകമായി. അജോധനിലെ വ്യാപാരികൾ നെയ് കച്ചവടം നടത്തി സമ്പന്നരായപ്പോൾ പാവം സാധാരണ കർഷകർ ഉയർന്നുവരുന്ന ചൗധരിമാരുടെ കീഴിൽ ഏതാണ്ട് അർദ്ധ അടിമകളെപ്പോലെ കഷ്ടപ്പെടുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ശരി വിദ്യാർത്ഥികളെ, എഴുതുന്നതൊക്കെ നിർത്തി എല്ലാവരും സ്ക്രീനിലേക്കൊന്ന് ശ്രദ്ധിച്ച്. നമ്മുടെ അവസാന ഭാഗം. പരീക്ഷയ്ക്ക് മുൻപ് നിങ്ങൾ ഉറപ്പായും നോക്കേണ്ട ഹൈ ഈൽഡ് ചെക്ക് ലിസ്റ്റാണിത്. ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത്. സൈനിക വകുപ്പായ ദിവാൻ-ഇ-അർസും മതകാര്യ വകുപ്പായ ദിവാൻ-ഇ-റിസാലത്തും തമ്മിലുള്ള വ്യത്യാസം, ആ 5 പ്രധാന നികുതികൾ, എന്താണ് കോർപ്സ് ഓഫ് 40 അഥവാ ചാലീസ എന്നതിന്റെ ഉത്ഭവം, അതുപോലെ ഷിഖ്ധാർ, തഖാവി, ദിവാൻ-ഇ-കോഹി എന്നീ പദങ്ങളുടെ നിർവചനങ്ങളും താക്കെര ഫേരുവിന്റെ രേഖകളും. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിച്ചിരിക്കണം. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് പടുത്തുയർത്തിയ ഭരണ സംവിധാനം, നികുതികൾ, പ്രഭുക്കന്മാർ എന്നിവയെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ധാരണയുണ്ട്. ഈ ക്ലാസ്സിലെ നോട്ടുകൾ നന്നായി റിവിഷൻ ചെയ്യുക. നിങ്ങളുടെ തയ്യാറെടുപ്പിൽ പൂർണ്ണമായി വിശ്വസിക്കുക. എന്നാൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ചിന്തിക്കാൻ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഇത്രയും കൃത്യമായ നികുതി വ്യവസ്ഥയും അതിശക്തമായ സൈന്യവുമൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇത്രയും വലിയൊരു സാമ്രാജ്യം എങ്ങനെയാണ് പിന്നീട് തകർന്നടിഞ്ഞത്?
അതാണ് ചരിത്രത്തിൽ നാം അടുത്തതായി അന്വേഷിക്കേണ്ടത്. എല്ലാവർക്കും ഉജ്ജ്വലമായ വിജയം ആശംസിക്കുന്നു. നന്നായി പഠിക്കുക. നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്ക്. അവസാനം നമ്മളൊരു പരീക്ഷ പേപ്പർ പ്രവചിക്കും. അത് പഠിച്ചു പോയാൽ വിജയം ഉറപ്പാണ്. കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം പലരും വിചാരിച്ചത് ഞാനാണ് പരീക്ഷ പേപ്പർ തയ്യാറാക്കിയാണെന്നായിരുന്നു. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുവഴി ജോയിൻ ചെയ്തോളൂ.